ജിതേഷ് കൂടി നമുക്കൊപ്പമുണ്ട്. ജിതേഷ് നമസ്കാരം. ജിതേഷിൻ്റെ വീട് എവിടെയായിരുന്നു? ഇവിടെ ചൂരൽമലയിലായിരുന്നോ പുഞ്ചിരിമട്ടത്തായിരുന്നോ? ഇല്ല, ഞാൻ താമസിച്ചിരുന്നത് മുണ്ടക്കയായിരുന്നു. പള്ളിയുടെ അടുത്തായിരുന്നോ? ഹലോ, അതെ, പള്ളിയുടെ മുകൾ ഭാഗത്തുള്ള ഒരു എസ്റ്റേറ്റ് ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. അത് അമ്മയ്ക്ക് അവിടെ ഒരു വർഷം കൂടി സർവീസ് ഉണ്ട് എസ്റ്റേറ്റിൽ. അപ്പോൾ അവിടെയായിരുന്നു താമസം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഈ പുഞ്ചിരി മട്ടം എന്നൊക്കെ അറിയപ്പെടുന്ന ആ ഒരു ഭാഗത്ത് അമ്മയുടെ പേരിൽ ഒരു 5 സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വീട് വയ്ക്കാൻ വേണ്ടി മെറ്റീരിയൽസ് എല്ലാം അടിച്ചിട്ടുണ്ടായിരുന്നു. മണലും മെറ്റലും എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം നഷ്ടപ്പെട്ടൊരവസ്ഥയാണുള്ളത്. ജിതേഷിന് എന്തായിരുന്നു ജോലി? ഹലോ, എനിക്ക് ബിൽഡിംഗ് ലൈസൻസ് ചെയ്യാണ് സാർ. നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻ്റാണ്. ഈ ലോൺ എടുത്തിരുന്നോ ആ വീട് വയ്ക്കാൻ ജിതേഷ്? ഉള്ളത് വേറെ ലോൺ ഉണ്ടായിരുന്നു, അമ്മയുടെ പേരിൽ ലോൺ ഉണ്ടായിരുന്നു. ഏത് ബാങ്കിൽ നിന്നാ? എനിക്ക് തോന്നുന്നത് ഗ്രാമീൺ ബാങ്ക് ആണെന്ന് തോന്നുന്നു, ചൂരൽമല അവിടെ. ഓക്കെ. ജിതേഷ്, എനിക്കൊന്നും ആ പുഞ്ചിരിമട്ടത്തെ കുറേ അധികം മനുഷ്യരല്ലേ, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന മനുഷ്യരൊക്കെ പോയെന്ന് തോന്നുന്നില്ലേ ആ മുണ്ടക്കൈ ഭാഗത്ത്? അതെ അതെ, നമ്മുടെ സുദേവനും നാസറും ഒരുപാട് എൻ്റെ കൂടെ. അതെ അതെ അതെ, അവരൊക്കെ നമ്മൾ അവിടെ ബസ് തിരിക്കാൻ വരുന്ന അതിൻ്റെ തൊട്ടടുത്തുള്ള ബസ് തിരിക്കുന്നതിൻ്റെ അടുത്തുള്ള വാലവാടിയിലാണ് ഈ സുദേവേട്ടനൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളവിടെ ബസ്സിലേക്ക് കയറാൻ വേണ്ടി വരുന്ന സമയത്ത് ഈ സുദേവേട്ടനെ ദിവസവും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഞാൻ ബസ് പോയോ വന്നോ എന്നൊക്കെ ചോദിക്കുന്ന ചേട്ടനോടാണ് മനസ്സിൽ. പിന്നെ ചെറുപ്പം മുതലേ നമ്മുടെ നാട്ടിലെ ഒരുപാട് പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഈ ഏട്ടൻ ഉണ്ടാവാറുണ്ട്. ചെറുപ്പം മുതലേ നമ്മുടെ ഒരു ഉത്സവമാണെങ്കിലോ എന്ത് പെരുന്നാളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഒരു ക്ലബിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊരു വലിയ നഷ്ടം തന്നെയാണ് നമുക്ക് സംഭവിച്ചിട്ടുള്ളത്. ജിതേഷിന്റെ വീട്, ജിതേഷ് ഇപ്പൊ ഏത് ക്യാമ്പിലാണുള്ളത്? മേപ്പാടിയിലെ സെന്റ് ജോസഫിലാണോ അതല്ല സ്കൂൾ ക്യാമ്പിലാണോ? ഇപ്പോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. അല്ല, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടി. ഇനിയിപ്പോ ഈ ക്യാമ്പിൽ നിന്ന് തിരിച്ചിനി എങ്ങോട്ട് പോകാനാണ് ആലോചന ജിതേഷ്? അത് ശരിക്കും ഒരു തീരുമാനമായിട്ടില്ല സാർ. ഒന്നാമത് വാടക വീടുകളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ ഇരുന്ന് ഫോൺ വിളിച്ചൊക്കെ ചോദിച്ചിട്ടൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ എവിടെയും ഒഴിവില്ല. പിന്നെ ഗവൺമെൻറ് ഒരു എന്താ പറയുക കുറച്ച് വീടുകളൊക്കെ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടെന്നൊക്കെ കേട്ടു. ഇനിയിപ്പോൾ അതെന്തെങ്കിലും ആയിരിക്കും നമുക്കൊരു മാർഗമായിട്ടുള്ളത്. മറ്റുള്ള വാടക വീടുകളൊന്നും ശരിയായിട്ടില്ല. അങ്ങനെ ഇനിയിപ്പം അവിടെ വാടക വീട് മേപ്പാടി ഭാഗത്തൊക്കെ ആണെങ്കിലും ജിതേഷിന്റെ വർക്ക് നടക്കുമോ? എന്താണ് ഇനി ജിതേഷിന്റെ വർക്കിന്റെ ഒരു സ്വഭാവം? ഇനി വർക്കിന്റെ സ്വഭാവം ശരിക്ക് കൽപ്പറ്റ ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസുള്ളത്. പക്ഷേ എന്താണ് നമ്മുടെ ഈ മേപ്പാടി ഭാഗങ്ങളും ഈ പറയുന്ന ചൂരൽമല ഉള്ള ഭാഗങ്ങളും എല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെയുള്ള വർക്ക് സംബന്ധമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരുപാട് ഇപ്പം മുണ്ടക്കൈ ഭാഗങ്ങളിൽ തന്നെ 1-2 പ്ലാനുകളും ഇതൊക്കെ നമ്മൾ പാസ്സാക്കിയിട്ടിരുന്നു. അതൊന്നും ഇനിയിപ്പോൾ വർക്ക് ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ഇനിയിപ്പോൾ ആ ഭാഗം ഒരു കൺസ്ട്രക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞു വരുന്നത്, കേൾക്കുന്നത്. ശരിയാണ്, മറ്റു വർക്കുകൾ വരും ജിതേഷ്. എന്തായാലും വീടിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ കയ്യിൽ ഞങ്ങളൊരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കുറേ അധികം ആളുകൾ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ നല്ല വീടുകളുടെ ലിസ്റ്റ് ഞങ്ങൾക്ക് തന്നിരുന്നു. അത് ഞങ്ങൾ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സർക്കാർ നിങ്ങളെ അറിയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അധികം വൈകാതെ തന്നെ. ഇപ്പോൾ ക്യാമ്പിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ അല്ലേ ജിതേഷ്? അതെ അതെ ഉണ്ട് സാർ. കാര്യങ്ങൾ ക്യാമ്പിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അവർ ഗവൺമെൻറ് ഓഫീസേഴ്സ് എല്ലാം നല്ലപോലെ നമ്മുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മയുടെ ലോൺ സമയത്തുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ ഒരു ലോൺ എഴുതി തള്ളണം, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഞങ്ങൾ നേരത്തെ പറയാം. ഒരു കണക്കുകളൊക്കെ അതെ അതെ, ആ വീടും ആകെയുള്ള സ്ഥലവും എല്ലാം പോയല്ലോ. തീർച്ചയായിട്ടും ജിതേഷ്, അത് നമുക്ക് ഗ്രാമീൺ ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെടുത്താം. ഞങ്ങൾ ഗ്രാമീൺ ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കേരള ബാങ്ക് ആ ചൂരൽമല ബാങ്കിന്റെ ശാഖയിലുണ്ടായിരുന്ന ഒരു 4 സെന്റ് ഉണ്ടായിരുന്നു ലോണുകളെല്ലാം എഴുതിത്തള്ളാൻ തീരുമാനിച്ചു. ഗ്രാമീണ ബാങ്കും പിന്തുടരുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. താങ്ക് യു ജിതേഷ്.
Debate with Arun Kumar.